സ്വാമി ശരണം. ഗുരുവായൂരിൽ ഇനി എഴുന്നള്ളത്തിന് ഒരാന മാത്രം മതി എന്ന വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി വിധി പ്രശ്നമുണ്ടാക്കുന്നത് കാരണമാണ് ഈ തീരുമാനം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന ഹിന്ദു വിരുദ്ധനായ ഹെജിമണി വക്കീലിനെ നിങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ. ശബരിമല പ്രക്ഷോഭ കാലത്ത് ആർത്തവ കവാടവും ആർത്തവ ലഹളയും ഉണ്ടാക്കാൻ നടന്ന ഹെജിമണിയുടെയും ടീമിന്റെയും ഹിന്ദു വിരുദ്ധതയും നിങ്ങൾക്ക് അറിയാം. ഈ ചിത്രത്തിൽ ഇടത്തുനിന്ന് മൂന്നാമതായി കോട്ടിട്ട് നിൽക്കുന്ന ഏമാനാണ് ഈ വിധിയൊക്കെ പുറപ്പെടുവിക്കുന്ന രണ്ടുപേരിൽ ഒരാളായ പി ഗോപിനാഥ്. ഹിന്ദു വിരുദ്ധ NGOകൾ ലക്ഷ്യം വെക്കുന്നത് ഹൈന്ദവ ഉത്സവങ്ങളുടെ പകിട്ട് കുറയ്ക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഉത്സവങ്ങളോട് താല്പര്യം ഇല്ലാതാക്കുക, ക്ഷേത്രങ്ങളുടെ വരുമാനം ഇല്ലാതാക്കുക എന്നതൊക്കെ തന്നെയാണ്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്ത് ഓരോ രീതിയിലാണ് ഇവർ ഈ പ്രൊജക്ട് മുന്നോട്ട് നീക്കുന്നത്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിനെതിരെ, ഉത്തരേന്ത്യയിൽ ദീപാവലിക്കും ഹോളിക്കും എതിരെ, കേരളത്തിൽ ആദ്യം ശബരിമലയായിരുന്നു. ഇപ്പോൾ പ്രാദേശിക ഉത്സവങ്ങളും തൃശൂർ പൂരവും വരെ എത്തി നിൽക്കുന്നു. പ്രത്യക്ഷമായി ഈ ഹിന്ദു വിരുദ്ധർക്കൊപ്പം അണിചേർന്ന് അവർ ആന വിഷയത്തിൽ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ വെള്ളം തൊടാതെ വിഴുങ്ങി ഒരു മടിയുമില്ലാതെ അവരുടെ പ്രൊപ്പഗേഷനിൽ ഭാഗമായി നിൽക്കുന്ന ഒരു ജഡ്ജി എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിഷ്പക്ഷനാകുന്നത് എന്ന് നിങ്ങൾ പറയണം. ഹൈക്കോടതിയിൽ ഈ ഡിവിഷൻ ബെഞ്ച് വെറുതെ രൂപീകരിക്കപ്പെട്ടതൊന്നുമല്ല എന്നാണ് ആരോപണമുള്ളത്. ബാക്കിയൊക്കെ വഴിയേ പറയാം. ഇതിനു മുകളിൽ കോടതികളുണ്ട് എന്ന് മാത്രം ഏമാന്മാരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു.